സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു എന്നിൽ നിന്ന് എന്തോ മറിക്കുന്നുണ്ട്, നന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കെന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നമല്ല ദേവി, അതെല്ലാം ദേവിക്ക് തോന്നണേ, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ഇന്നെല്ലാം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് നന്ദൻ ഭയങ്കരമായിട്ട് പേടിച്ചായിരിക്കണം, ഇനി ഋഷിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പം ഇല്ല ദേവി, ഋഷിയായിട്ടൊന്നും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എന്താ നന്ദു, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നന്ദുവിന് എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല, ഉണ്ടെങ്കിൽ ഇതുപോലെ പെരുമാറില്ലല്ലോ, എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരല്ലേ, എന്തോ ഒരു കാര്യം നന്ദു എന്നിൽ നിന്ന് മറിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ സമയത്ത് നന്ദനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനെ നന്ദന ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കെവിൻ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. കെവിൻ്റെ കോള് കണ്ടതും നന്ദനാണെങ്കിൽ ഒന്നും കൂടി പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക നോക്കുമ്പം ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. എന്താ നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പം അത് കെവിനാണ് വിളിക്കണേ. കെവിൻ്റെ ഫോൺ എന്താ നന്ദു അറ്റൻഡ് ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കണേന്ന് ചോദിക്കുമ്പം ഇപ്പം അത് അറ്റൻഡ് ചെയ്താൽ ശരിയാവില്ല, ഞാൻ പിന്നെ അവനെ തിരിച്ചു വിളിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ വിവരങ്ങൾ സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറയണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേസമയം കെവിനാണ് ഈ ഋഷിയെ കിടത്തിയിരിക്കുന്ന ആ ഒരു വീട്ടിൽ വരുമ്പം ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറേ ഇനി അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെന്താ, അവനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറയുമ്പം ആ ഒരു ഗുണ്ട പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ മരിച്ചു എന്ന്. അത് കിട്ടുന്നതും കെവിനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവനക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് തോന്നണേ, അവൻ കുറേ സമയം മുമ്പ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടണ പോലെ കാണിച്ചു, ഭയങ്കര പരാക്രമമൊക്കെ ആയിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞതും അവൻ്റെ ചലനം നിലച്ചു, അവൻ ശ്വാസം മുട്ടിന് ചികിത്സയിലായിരുന്നിരിക്കാം, എന്തായാലും ശ്വാസം മുട്ടി അവൻ മരിച്ചേക്കണേന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ ഓടിച്ചെന്ന് ഋഷിയെ എടാ എണിക്കടാ എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിക്കുന്നുണ്ടെങ്കിലും ഋഷിക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. എന്നിട്ട് ഋഷിയുടെ ഒപ്പം നിന്ന് ആ ഒരു ഗുണ്ടയും പറയുന്നുണ്ട്, ഇനി വിളിച്ചിട്ടൊന്നും കാര്യമില്ല സാർ, അവൻ്റെ കാര്യം കഴിഞ്ഞു എന്ന്. ഇതേസമയം കെവിൻ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നമ്മളുടെ നന്ദനെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ താഴെ ചെന്നിട്ട് സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോടും അമ്മയോടും ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ നന്ദുവിന് എന്തോ ഒരു മാറ്റം ഉണ്ട് അച്ഛാ, നന്ദു ആകെ ടെൻഷനില്ല, കാര്യം ചോദിച്ചിട്ട് നന്ദു ഒന്നും പറയണമില്ല, എന്താണെങ്കിലും അച്ഛനും അമ്മയും ഒന്ന് നന്ദുവായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ നന്ദനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനും വിളിക്കണ കേട്ട് നന്ദൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കണു. അപ്പോൾ തന്നെ ഈ നന്ദുവിന് നല്ല പേടിയുണ്ട്, ഇനിയിപ്പോൾ ഋഷി മരിച്ചിട്ട് ആ വിവരം എന്തെങ്കിലും അച്ഛനോട് ആരെങ്കിലും പറഞ്ഞിട്ട് വിളിക്കണയാണോ എന്നോർത്ത് പേടിച്ച് തന്നെയാണോ എന്നെ. ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയ, നീ ആകെ പേടിച്ചിരിക്കണ പോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥന് ചോദിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ നീ എന്താ ഇങ്ങനെ പേടിച്ചറിണ്ട പോലെ നിൽക്കണേ, നിന്നെ ഞാൻ കുറേ സമയങ്ങളായി ശ്രദ്ധിക്കണു, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷി അമ്മയോട് മോശമായിട്ട് പെരുമാറിയിട്ട് അവനോട് പകരം വീട്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഷനാണോ നന്ദുവിനെന്ന് ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഋഷിയോട് ഇവർ പകരം വീട്ടിയിട്ടാണല്ലോ ഋഷി ഇപ്പോൾ ഈ അവസ്ഥയിലായേക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിച്ചിട്ട് ഫോണിലേക്ക് നോക്കിയിട്ട് കെവിനാണല്ലോ എന്ന് മനസ്സിലായതും നന്ദനാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. ആ സമയം ദേവികയും സിദ്ധാർത്ഥനൊക്കെ പറയുന്നുണ്ട്, അതാരാ നന്ദ വിളിക്കണേ, ഫോൺ അറ്റൻഡ് ചെയ്യുന്നു പറയുമ്പോൾ അത് കെവിനാ, അത് ഞാൻ പിന്നെ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഫോൺ എടുത്താൽ എന്താ കുഴപ്പം നന്ദ, നീ ഫോൺ എടുക്കുന്ന എന്താന്ന് പറയുമ്പോൾ വേണ്ടമ്മേ ഇപ്പോൾ എടുത്ത് ശരിയാവില്ല, ഞാനിപ്പോൾ എടുക്കണില്ല എന്നും പറഞ്ഞ് നന്ദുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിക്കണ കാണുമ്പം നമ്മളുടെ സിദ്ധാർത്ഥന് ഇവൻ്റെ പെരുമാറ്റത്തിൽ നല്ല സംശയം തോന്നിയിട്ട് സിദ്ധാർത്ഥൻ വേഗം തന്നെ നന്ദൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുന്നുണ്ട്. ആ സമയം നന്ദൻ ആ ഫോൺ തിരിച്ച് മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേഗം തന്നെ സിദ്ധാർത്ഥൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ കെവിനെ, നീ ഇപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അത് നന്ദൻ അവിടെ ഇല്ലേ, എനിക്ക് നന്ദനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ കെവിൻ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇന്ന് വൈകിട്ട് മുതൽ നന്ദനാകെ സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനുണ്ടെന്നാണ് തോന്നണേ, എന്തെങ്കിലും നിനക്കറിയാമെങ്കിൽ അത് ഞങ്ങളോട് പറയാമെന്ന് പറയുമ്പം അതൊന്നുമില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നന്ദനെ ഒന്ന് കാണണമായിരുന്നു. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ നന്ദനെ പുറത്തേക്ക് വിടാൻ പറ്റുമെന്ന് തോന്നണില്ല,
നിനക്കിപ്പോൾ നന്ദനെ കണ്ട് അത്ര അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം കെവിൻ പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഇവരോട് കാര്യങ്ങൾ പറയാതിരുന്നാൽ അത് കൂടുതൽ പ്രശ്നമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് കെവിൻ ഈ ഋഷിയുടെ കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. അത് കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഋഷിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അവൻ മരിച്ചെന്നാണ് തോന്നണേ. എന്തായാലും അവനക്കിപ്പോൾ അനക്കമൊന്നുമില്ല. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, അവൻ അനങ്ങണില്ലാന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് നന്ദൻ്റെ നേരെ നോക്കുമ്പോൾ നന്ദൻ എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു, കെവിൻ എന്താ പറഞ്ഞത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് ആ ഋഷിയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. നീ എന്തിനാ നന്ദ ഋഷിയെ ഉപദ്രവിക്കാൻ പോയേ? നിന്നോട് പ്രഭ പ്രത്യേകം പറഞ്ഞതല്ലേ ഈ പ്രശ്നത്തിൽ നീ ഇടപെടരുതെന്ന്. പിന്നെ നീ എന്തിനാ ഇതിൽ ഇടപെടാൻ പോയേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. ഇപ്പോൾ കാര്യങ്ങൾ നമ്മളുടെ കൈ വിട്ടുപോയി, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ആ സമയത്ത് പ്രഭാവതി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു കാര്യം എന്ന് ചോദിക്കുമ്പം ഋഷിയെ ഇവൻ തല്ലി, ഋഷി അബോധാവസ്ഥയിലായിരുന്നു, ആ ഋഷി ഇപ്പം മരണപ്പെട്ടു എന്നാണ് പറയണേന്ന്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു ഈ കേൾക്കണത്? നന്ദു എന്തൊക്കെയാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത്? ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് എന്താന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, അതാ ഞാൻ ആരോടും പറയാണ്ടിരുന്നതെന്ന്. ആ സമയം സിദ്ധാർത്ഥനാണ് ഈ പറയുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഋഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു, അവനക്ക് മരണം സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും മരണം സംഭവിച്ചു കഴിഞ്ഞു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാലും നന്ദാ നീ എന്ത് പണിയാണ് കാണിച്ച്? ആ അരുന്ധതിക്ക് ആകെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അവൻ എന്നോട് മോശമായി പെരുമാറിയെങ്കിലും അവനൊരു പാവമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് അവനക്ക് എന്നോട് ഇത്ര ശത്രുത. എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു നന്ദ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിൻ്റെ പുറകെ പോകണ്ട, അവനത് നിർത്തിപ്പോയിക്കോളൂ എന്ന്. അരുന്ധതിയാണെങ്കിലും എനിക്ക് വാക്ക് തന്നതായിരുന്നു ഋഷി നാട് വിട്ടു പോയിക്കോളൂന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സിദ്ധുന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇതേസമയം നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനിലും പ്രയാസത്തിലുമാണ്. ഋഷിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അതുമാത്രമല്ല പോയിട്ട് ഇതുവരെ ഋഷിയാണെങ്കിൽ തിരിച്ച് വിളിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഋഷിയുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് നോക്കിയിട്ടും അവർക്കും ഋഷിയെക്കുറിച്ച് ഒരു അറിവുമില്ല. ഋഷി ഇന്നലെ അവരോട് യാത്ര പറഞ്ഞ് പോയെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പിന്നീട് ഋഷിയെ അവർ വിളിച്ചിട്ടും ഋഷി ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഋഷിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. ഈ സമയം അരുന്ധതി വേഗം തന്നെ ഫോണെടുത്ത് CPയെ വിളിക്കുന്നുണ്ട്. CPയെ വിളിച്ചതും CP ഫോൺ എടുത്തിട്ട്, എന്താ മേഡം ഋഷി വിളിച്ചോ എന്ന് ചോദിക്കുമ്പം, ഇല്ല CP, ഋഷി ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കോള് കിട്ടണമില്ല, ഋഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണേ. എൻ്റെ ബലമായ സംശയം ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് തന്നെയാണ്. നമുക്കിനി ഇത് പോലീസിൽ അറിയിച്ചാലോ മേഡം എന്ന് ചോദിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പോലീസിൽ അറിയിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാവും CP. എന്തായാലും CP ഒന്ന് അന്വേഷിക്കുക, ഋഷി ഏത് വഴിക്കാണ് പോയെന്നും ആരെയൊക്കെ കണ്ടതെന്നും, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന്. ആ സമയം CP പറയുന്നുണ്ട്, മേഡം ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഋഷി ഭയങ്കര വിഷമത്തിലല്ലേ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് ആ ദേഷ്യത്തിലായിരിക്കും മേഡത്തെ വിളിക്കാത്തതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നതും. 2 ദിവസവും കൂടി നമുക്ക് കാക്കാം മേഡം, എന്നിട്ടും ഋഷി വിളിച്ചില്ലെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയും ഗൗരീനെയും ഭാർഗവീനെയാണ്. അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുരളിയുടെ ഫോണിലോട്ട് സിദ്ധാർത്ഥൻ്റെ കോള് വരുന്നുണ്ട്. മുരളി ഫോൺ എടുത്തിട്ട് സിദ്ധാർത്ഥനങ്ങളാണല്ലോ വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും സിദ്ധാർത്ഥൻ, മുരളി നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഞാനിപ്പോൾ വീട്ടിലെ അങ്കിളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, എത്രയും പെട്ടെന്ന് നീ ചന്ദ്രോത്ത് വരെ വന്നെന്ന് പറയണം. ആ സമയത്ത് എന്താ അങ്കിളെ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. അതുമാത്രമല്ല വരണ വഴിക്ക് ഗിരീഷിനെയും വിളിച്ചുകൊണ്ട് പോരുന്നു. ആ സമയത്ത് മുരളിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് പ്രശ്നമുണ്ട്, അതൊക്കെ ഇവിടെ വന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതും ഗൗരി ചോദിക്കുന്നുണ്ട്, ആരാ മുരളിയേട്ട വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ചന്ദ്രോത്തുനിന്ന് സിദ്ധാർത്ഥൻ അങ്കിളാണ് വിളിച്ചത്. എന്താ കാര്യം, ഈ രാത്രിയിൽ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അറിയില്ല, എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വരെ ചെല്ലാൻ പറഞ്ഞു, മാത്രമല്ല പോകുന്ന വഴിക്ക് ഗിരീഷിനെയും വിളിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞേക്കണേന്ന്. അങ്ങനെ മുരളി വേഗം തന്നെ റെഡിയായി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് മുരളി പോയി കഴിഞ്ഞതും ഭാർഗവിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട്, ചന്ദ്രോത്ത് എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്, ഇപ്പോൾ ഈ രാത്രിയിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമോ സിദ്ധാർത്ഥ സാറ് മുരളിയെ വിളിച്ചതെന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അമ്മ ഇനി അതും പറഞ്ഞ് ടെൻഷനാവുമൊന്നും വേണ്ട, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും, എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചതായിരിക്കും, മുരളിയേട്ടൻ പോയി വരട്ടെ, പോയി വരുമ്പോൾ നമുക്ക് വിവരങ്ങൾ അറിയാമല്ലോ എന്ന്. ഇതേ സമയം നമ്മളുടെ
കെവിനാണെങ്കിൽ ഋഷിയെ ഒരുപാട് കുലുക്കി വിളിച്ചിട്ടും മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഋഷിക്ക് ബോധം തെളിയോ ഒന്നുമില്ല. ഋഷിക്കാണെങ്കിൽ യാതൊരു ചലനവും ഇല്ല. പൾസ് നോക്കുമ്പോൾ പൾസൊക്കെ നിലച്ചേക്കാണ്. ആ സമയം കെവിൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മളിവനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഗുണ്ട പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ സാർ, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നെങ്കിൽ ചിലപ്പോൾ മരണം സംഭവിക്കില്ലായിരുന്നു. അന്നേരം ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ ആസ്പത്രി കൊണ്ടുപോകാമെന്ന്, അപ്പോൾ സാറ് സമ്മതിക്കാത്തത് കൊണ്ടല്ലേന്ന്. ആ സമയം കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഇവനിപ്പോൾ മരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കുഴി കുത്തി ഇവനെ കുഴിച്ചിടുക, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന്. ആ സമയത്ത് ആ ഗുണ്ടകളൊരു ചാക്കെടുത്ത് കൊടുന്ന് ഋഷിയെ ആ ചാക്കിലേക്ക് ആക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് കെവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.